അവനെ കാണിച്ചു കൊടുക്കുന്നവൻ. ഞാൻ എവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവിൻ എന്ന് അവർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 44 വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ ചുംബനം ഒരു അടയാളമായി യൂദാസ്കര്യോത്ത് ഉപയോഗിക്കുകയാണ്. ആഴമായ സ്നേഹത്തിൻ്റെ, ദൃഢബന്ധത്തിൻ്റെ ഒക്കെ പ്രകടനമാണ് ചുംബനം എന്നുള്ളത്. പ്രിയരെ, ഇവിടെ ഇതാ പിശാച് അത് മരണത്തിനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ്. ഏറ്റവും വിശുദ്ധമായ മനോഹരമായ ചുംബനത്തെപ്പോലും കൊലപാതകത്തിനായുള്ള ഉപാധിയാക്കി മാറ്റുന്ന പിശാചിൻ്റെ തന്ത്രം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവിൻ എന്ന് യൂദ നിർദ്ദേശം നൽകുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അവനെ കൂട്ടത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, ജനക്കൂട്ടത്തിനിടയിലും ശിഷ്യന്മാരുടെ ഇടയിലും ദേശത്തും എല്ലാം ഉണ്ടാകുവാൻ പോകുന്ന വരും വരായികകളെക്കുറിച്ച് ഉപബോധ മനസ്സിൽ യൂദാസ്കര്യോത്തിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഇത്രത്തോളം വക്രതയുള്ള മനുഷ്യ മനസ്സ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ പദ്ധതികൾ മെനയുകയും ആസൂത്രണ മികവോടെ അവയെ നടപ്പിലാക്കിയെടുക്കുവാൻ, സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഈ ദുഷ്ടതയുടെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. എന്നാൽ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യ മനസ്സ് ചെയ്യുന്ന ഇത്തരം ദുഷ്കർമ്മങ്ങൾ അത് വിജയം കാണുന്നില്ല. പ്രിയരെ, നാം ആത്മമനുഷ്യർ ആകുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവ് വസിക്കുന്നു. ചിന്തകളും വികാരങ്ങളും ഇച്ഛാശക്തിയും അടങ്ങിയ ഒരു ദേഹി നമുക്കുണ്ട്. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ബുദ്ധിമണ്ഡലം നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ്. ഈ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുവാൻ നമ്മുടെ ആത്മാവിന് കഴിയുന്നില്ല എങ്കിൽ അശുദ്ധ ആത്മാവ് നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ച് നമ്മുടെ ശരീരം കൊണ്ട് ദുഷ്പ്രവർത്തികൾ ചെയ്യുവാൻ ഇടവരികയാണ്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയുമോ? ബുദ്ധിയാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ട്, മറ്റുള്ളവരുടെ കണ്ണീര് കണ്ട്, മറ്റുള്ളവരുടെ ചക്കരവാക്കിൽ മയങ്ങി നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തെറ്റിപ്പോകുവാനാണ് സാധ്യത കൂടുതൽ. ഇത് നമ്മുടെ ഹൃദയങ്ങൾക്ക്, നമ്മുടെ മനസ്സിന് വേദനയും ദുഃഖവും പിന്നീട് കൊണ്ടുവന്ന് തരികയും ചെയ്യും. എന്നാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, അവൻ ആത്മാവിനാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തെറ്റിപ്പോകുവാനുള്ള സാധ്യത ഇല്ല. നമ്മുടെ ഓരോ പ്രവൃത്തികളും അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തികളായി മാറുകയും ചെയ്യും.